ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ സ്മൈലിയാണ് കേട്ടോ. അതിന് വേണ്ടി ഞാനൊരു 3 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് വേവിച്ചെടുക്കണം കുക്കറിൽ. അപ്പം ഞാൻ ഇവിടെ 3 എണ്ണം വേവിച്ചെടുത്തിട്ടുണ്ട്. 3 വിസിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വിധത്തിൽ 3 എണ്ണം. ഇനി നമുക്കിതിൽ നിന്ന് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിനെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് നമ്മളതിനെ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അത് നല്ലതുപോലെ ഉടച്ച് വലിയ വലിയ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഉടച്ച് എടുക്കുക. പിന്നെ നല്ലതുപോലെ നമ്മൾ വേവിക്കണം കേട്ടോ. നല്ലതുപോലെ വേവിച്ചില്ല എന്ന് വെച്ചാൽ അത് ഉടയാൻ വളരെ പാടാണ്. നല്ലതുപോലെ വേവിച്ചതിന് ശേഷം ഇതുപോലെ ഉടച്ചെടുക്കുക. എന്നിട്ട് ഇതിനോട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യണം. കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കാനായിട്ടാണ് നമ്മളിതിലോട്ട് കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ബ്രെഡ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 പീസ് ബ്രെഡ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ബ്രെഡ് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ ബ്രെഡ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പൊടിച്ച് വെച്ചേക്കുന്ന ബ്രെഡ് ഇതിലോട്ട് ഇട്ടിട്ട് ഇനി നമുക്കിതിലോട്ട് ഇടേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഇടേണ്ടതെന്ന് വെച്ചാൽ മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടിയാണ്. അത് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് എരിവനുസരിച്ച് ഇടാം. പിന്നെ ഞാൻ ഇട്ടേക്കുന്നത് ഉപ്പാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. അതിനുശേഷം ഞാൻ കുറച്ച് ഫ്ലേവറിന് വേണ്ടി ഗരം മസാല ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ഇട്ടത്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് കുഴച്ച് എടുക്കണം. ഇനി നമുക്കിത് നല്ലതുപോലെ കുഴച്ചതിന് ശേഷം പരത്തണം. അപ്പോൾ ഞാനിവിടെ കൈവച്ചാണ് പരത്തുന്നത്. ചപ്പാത്തി തടി ഉപയോഗിച്ചും പരത്താം, പക്ഷേ കൈവച്ച് പരത്തുന്നതാണ് കുറച്ച് ബെറ്റർ. അത് നല്ല തിക്നെസ്സിൽ വേണം നമ്മളത് പരത്തേണ്ടത്. തിക്നെസ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇളകി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പരത്തുന്നതെങ്കിൽ അത് ഒരുപാട് അങ്ങ് പ്രസ് ആവരുത്. അത്രയ്ക്ക് കെയർ ചെയ്ത് വേണം പരത്താൻ. പിന്നെ നമുക്കതിന് ഒരു റൗണ്ട് ഷേപ്പിന് വേണ്ടി ഞാനിവിടെ ഒരു അടപ്പ് വെച്ചിട്ടാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അത് കട്ട് ചെയ്ത് ഏത് ഷേപ്പ് ഏത് സൈസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഒരിക്കലും തിന്നാവരുത്. നല്ല തിക്നെസ് തന്നെയാണ് അത് കട്ട് ചെയ്തെടുക്കേണ്ടത്. വളരെ തിന്നായി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിനെ ഒരു സ്മൈലിയുടെ ഷേപ്പ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടി ഞാനൊരു സ്ട്രോ എടുത്തിട്ട് അതിന് കണ്ണിട്ട് കൊടുക്കുവാണ് കേട്ടോ. നമുക്ക് ആ കണ്ണിൻ്റെ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് 2 ഡോട്ട്സ് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും നമുക്കിതുപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് അതിലൊരു സ്മൈലിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പൂൺ എടുത്തിട്ടാണ് അതിനൊരു വായിൽ ഒരു ഷേപ്പ് കൊടുക്കുന്നത്, സ്മൈൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ നല്ല തിക്നെസ്സിൽ വേണം നമുക്കത് ചെയ്തെടുക്കേണ്ടത്. നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതാണ്. എണ്ണയിലോട്ടിട്ട് 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് ബ്രൗൺ നിറം ആവുന്നവരെ ഇട്ടതിന് ശേഷം എല്ലാം കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ സ്മൈലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.